Hello everyone, welcome back to yet another episode of Logic Launch. Hello sir. Sir, ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടീനോട് CS-ന്റെ ജോബ് റോള് ടോപ്പ് മാനേജർ റോൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വരില്ല. CS കമ്പനി സെക്രട്ടറിയുടെ ഒരു ജോബ് റോള് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഹൂ ഈസ് എ കമ്പനി സെക്രട്ടറി? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു അല്ലേ? കമ്പനി സെക്രട്ടറി, ഒരു കമ്പനിയുടെ സെക്രട്ടറി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയ ഒരു കമ്പനിയുടെ സെക്രട്ടറിയാണ്. ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരാൾ എക്സ്പേർട്ടാണ് ഒരുപാട് മേഖലകളിൽ. കോർപ്പറേറ്റ് ഗവേണൻസ്, കംപ്ലയൻസ്, സെക്രട്ടറി പ്രാക്ടീസ്, റിസ്ക് മാനേജ്മെൻറ്റിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്ടായിരിക്കാം. പല കമ്പനികളിലും CFO ലെവലിലേക്ക് പോലും കമ്പനി സെക്രട്ടറീസ് എത്താറുണ്ട്. അപ്പോൾ ഇനി റിയാസ് ചോദിച്ച പോലെ ഒരു സ്പെസിഫിക് റോൾ എടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ വെരണ്ട ലേണിംഗ് സൊല്യൂഷൻസ്, നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയെ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് റിയാസ് ഈ വെരണ്ടയുടെ കമ്പനി സെക്രട്ടറി ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ മാർച്ചിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ അവരുടെ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെൻറ്റ്സും കംപ്ലയൻസും ആസ് എ കമ്പനി സെക്രട്ടറി യു ഹാവ് ടു എൻഷുർ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വരും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോട്ടീസ് ടു AGM. കമ്പനിയുടെ എല്ലാ ഷെയർ വെരണ്ടയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും മിനിമം 21 days നോട്ടീസ് AGM-ന് വേണ്ടി സെർവ് ചെയ്തിരിക്കണം. സെക്കൻഡ്, ഇതിൻ്റെ അജണ്ട, ഈ AGM-ൻ്റെ അജണ്ട ഫിക്സ് ചെയ്യണം. നോർമലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അജണ്ട, ഒരു കമ്പനി സെക്രട്ടറി അജണ്ട ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡിസ്കഷൻ വരും, ഡിവിഡൻഡ് ഡിക്ലറേഷൻ വരും, ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഇതൊക്കെ അജണ്ടയുടെ പാർട്ടാവാം. മൂന്നാമതായിട്ട് പ്രോക്സി ഫോംസ്, അതായത് ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ അവരുടെ പ്രോക്സീസിനെ അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോംസ് പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, അതായത് ഈ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്തൊക്കെ കൊടുക്കേണ്ടി വരും, നമ്മുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മാർച്ച് വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാറമാണ്. അതായത് ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്യേണ്ട, AGM-ൽ അറ്റൻഡ് ചെയ്യേണ്ട ആളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ക്വാറം എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് ക്വാറം എന്ന് പറയുന്നത്. അപ്പം 1000 ഷെയർ ഹോൾഡേഴ്സ് താഴെയുള്ള കമ്പനി എൻ്റെ ഓർമ്മയനുസരിച്ച് 5 പേര് ഇൻ പേഴ്സൺ ഉണ്ടാവണം. അപ്പോൾ 1000 to 5000 ആണെങ്കിൽ അവിടെ മിനിമം 15 ഷെയർ ഹോൾഡേഴ്സ് ഇൻ പേഴ്സൺ പ്രസൻറ്റ് ആയിരിക്കണം. എബോവ് 5000 ആണെങ്കിലോ 30. ഇനി വൺ മോർ തിങ്, AGM കഴിഞ്ഞാൽ അതിൻ്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നടന്ന ട്രാൻസാക്ഷൻസിൽ ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, ദാറ്റ് ഈസ് മിനിറ്റ്സ്. അപ്പോൾ നമ്മളൊരു ഒരു ചെറിയ റോള്, ആനുവൽ ജനറൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി സെക്രട്ടറിയുടെ ചെറിയ റോളാണ് ഇപ്പം നമ്മൾ കണ്ടത്.